ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ വിശദമായ അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച്. ആരോപണ വിധേയനായ കോഴിക്കോട് കൊടുവള്ളിയിലെ MS സൊല്യൂഷൻ CEO ഷുഹൈബിന്റെ മൊഴി രേഖപ്പെടുത്തും. മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെ സാധ്യതാ ചോദ്യങ്ങൾ നോക്കിയാണ് വീഡിയോ തയ്യാറാക്കിയതെന്ന് ആരോപണ വിധേയനായ അധ്യാപകൻ. വ്യായാമ കൂട്ടായ്മയെ MEG7 പിന്തുണയുമായി യൂത്ത് കോൺഗ്രസ്. മലപ്പുറം ചേളാരിയിൽ കൂട്ടായ്മയിൽ പങ്കെടുത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി. CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ മലബാറിൽ വർഗീയത പരത്തുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ്. സാന്ദ്ര തോമസിനെ പുറത്താക്കിയ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നടപടി സ്റ്റേ ചെയ്ത് കോടതി. അന്തിമ ഉത്തരവ് വരുന്നതുവരെ അംഗമായി തുടരാം എന്ന് എറണാകുളം സബ് കോടതി. ഇടക്കാല ഉത്തരവ് സാന്ദ്ര തോമസ് നൽകിയ ഹർജിയിൽ. റഷ്യൻ കൂലിപ്പട്ടാളത്തിലകപ്പെട്ട തൃശൂർ സ്വദേശികളുടെ മോചനത്തിന് വഴി തെളിയുന്നു. വിവരങ്ങൾ മോസ്കോയിലേക്ക് കൈമാറിയെന്ന് റഷ്യൻ എംബസി. ഓർത്തഡോക്സ് സഭാധ്യക്ഷനെ വിവരങ്ങൾ ധരിപ്പിച്ച് എംബസി അധികൃതർ. ബസേലിയോസ് മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ വിഷയത്തിൽ ഇടപെട്ടത് 24 വാർത്തയ്ക്ക് പിന്നാലെ. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ SFI യൂണിറ്റ് പിരിച്ചുവിടാൻ CPIM നിർദ്ദേശം. ക്യാമ്പസ് യൂണിറ്റിനെതിരെ നിരന്തരം പരാതി ഉയരുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. ആന എഴുന്നള്ളത്തിനും വെടിക്കെട്ടിനും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്കെതിരെ ഓട്ടോറിക്ഷകളിൽ നെറ്റിപ്പട്ടം കെട്ടി പ്രതിഷേധം. ക്ഷേത്രാചാരങ്ങളെ തകർക്കുന്ന നിയന്ത്രണങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് ജില്ലാ വെടിക്കെട്ട് സംരക്ഷണ സമിതി. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഉടമസ്ഥതയിലുള്ള മർക്കസ് സ്കൂൾ തണ്ണീർത്തടം നികത്തിയതായി കണ്ടെത്തൽ. കോഴിക്കോട് കോട്ടുളിയിലെ തണ്ണീർത്തടം 7 ദിവസത്തിനകം പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ്. ബഹ്റൈനിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന് നെടുമ്പാശ്ശേരിയിൽ അടിയന്തര ലാൻഡിംഗ്. വിമാനം തിരിച്ചിറക്കിയത് ടയർ പൊട്ടിയതിനെ തുടർന്ന്.